പൊന്നുരുളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബട്ടൺ മഷ്റൂം വെച്ച് നല്ല ഒന്നാന്തരം ഒരു മഷ്റൂം മസാലയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായി കാണിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ മുഴുവൻ കണ്ട് ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആരും മടിക്കരുത്. ഇതിൻ്റെ ആദ്യത്തെ ടാസ്ക് മഷ്റൂം നന്നായി വൃത്തിയാക്കുക എന്നതാണ്. കൂണുകൾ വെള്ളത്തിലിട്ട് നന്നായി ഒന്നുലച്ച ശേഷം ഓരോ കൂണും പ്രത്യേകമായി വിരലുകൊണ്ട് ഇതേപോലെ അധികം ബലം കൊടുക്കാതെ പതിയെ ഒന്ന് തിരുമ്മി അതിന് മുകളിലുള്ള പാട പോലെയുള്ള തൊലി കളഞ്ഞ് വൃത്തിയാക്കിയെടുക്കുക. അതിനുശേഷം 2 സവാള വലിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുക്കുന്നു. 2 തക്കാളിക്കയും വലിയ കഷ്ണങ്ങളായി അരിഞ്ഞു മാറ്റുന്നു. കൂണുകൾ ഓരോന്നും നടുവേ ഒന്ന് കീറുന്നു. ഒരുപാട് ചെറുതാക്കുന്നില്ല. ഇനി പാചകം തുടങ്ങാം. ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ ഇടുന്നു. സോൾട്ടഡ് ബട്ടറാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. സോൾട്ടഡോ അൺസോൾട്ടഡോ ആകാം, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ. ബട്ടറിലേക്ക് 1/2 ടീസ്പൂൺ വീതം കുരുമുളകും പെരുംജീരകവും ചേർക്കുന്നു. 2 ഗ്രാമ്പുവും 1 തക്കോലവും കൂടി ചേർത്ത് ബട്ടർ ഒന്ന് ഇളം ബ്രൗൺ നിറമാകുന്നത് വരെ മൂപ്പിക്കുന്നു. അതിനുശേഷം സവാള അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർത്ത് ആവശ്യത്തിന് ഉപ്പും തക്കാളിക്ക് അരിഞ്ഞതും കൂടി ഇട്ട് ഇളക്കി കുറച്ച് സമയം കൂടി വഴറ്റുന്നു. ഇതെല്ലാം നന്നായി ഒന്ന് വഴണ്ട് സോഫ്റ്റ് ആയ ശേഷം മറ്റു പൊടികൾ കൂടി ചേർക്കാം. 1 നുള്ള്, അതായത് ഏകദേശം 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് വീണ്ടും നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റാം. മറ്റൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് കട്ടിയുള്ള തേങ്ങാപ്പാൽ അഥവാ കോക്കനട്ട് ക്രീം. 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ക്രീം കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി 1 മിനിറ്റ് മാത്രം കുക്ക് ചെയ്ത് തീ ഓഫാക്കി ചൂടാറാൻ വെക്കുന്നു. 5-6 അല്ലി വെളുത്തുള്ളിയും 1/2 ഇഞ്ച് നീളത്തിലുള്ളൊരു ഇഞ്ചി കഷ്ണവും നന്നായി ഒന്ന് ചതച്ചോ അരച്ചോ എടുത്ത് കൂണിൽ തേച്ച് പിടിപ്പിച്ച് ഒരു 5 മിനിറ്റ് മാറ്റി വെക്കുന്നു. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ ബട്ടറിൽ കൂൺ നന്നായി വഴറ്റുന്നു. കൂണിൽ വെള്ളമൊന്നും ചേർത്തതല്ല, അതിലെ വെള്ളം ഇറങ്ങി വന്നതാണ്. ഉപ്പും ഞാൻ പ്രത്യേകം ചേർത്തിട്ടില്ല, കാരണം സോൾട്ടഡ് ബട്ടറാണ് ഉപയോഗിക്കുന്നത്. അൺസോൾട്ടഡ് ബട്ടർ ആണെങ്കിൽ ഉപ്പ് കൂടി ചേർക്കുക. ചൂടാറിയ സവാള തക്കാളി മസാലക്കൂട്ട് മിക്സിയിൽ നല്ല ഫൈൻ പേസ്റ്റായി അരയ്ക്കുന്നു. ഇനി ഒരു പാനിൽ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കി അരച്ചു വെച്ചിരിക്കുന്ന മസാല അതിലേക്ക് ഒഴിക്കുന്നു. ആവശ്യമെങ്കിൽ ഉപ്പ് ഇനി ചേർക്കാം. മസാല പതിയെ ഒന്ന് തിളച്ചു തുടങ്ങുമ്പോൾ അതിലേക്ക് വഴറ്റി വെച്ചിരിക്കുന്ന കൂൺ കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കുന്നു. ഏറ്റവും ഒടുവിലായി 1 നുള്ളു കസൂരി മേഥി കൈവെള്ളയിൽ വെച്ചൊന്ന് തിരുമ്മി പൊടിച്ചതുകൂടി ചേർക്കുക. മസാലയിൽ അരയ്ക്കാതെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ കൂണിനോടൊപ്പമാണ് ചേർത്തത്. അതുകൊണ്ട് തന്നെ കൂണിന് അതിൻ്റെതായ നല്ലൊരു ഫ്ലേവറുമുണ്ട്. കസൂരി മേഥിയും 1 നുള്ളു മാത്രമാണ് ചേർക്കുന്നതെങ്കിലും കറിയുടെ ടേസ്റ്റിനെ മറ്റൊരു ലെവലിലേക്ക് എത്തിക്കും. ചപ്പാത്തി, നാൻ, പുലാവ് അങ്ങനെ എല്ലാത്തിനൊപ്പം കഴിക്കാവുന്ന ഈ മഷ്റൂം മസാല നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് അഭിപ്രായങ്ങൾ അറിയിക്കണം. ഈ ചാനലിലെ മറ്റു വീഡിയോസ് കൂടി കണ്ട് തരക്കേടില്ല എന്ന് തോന്നുകയാണെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യൂ. മറ്റൊരു നല്ല വീഡിയോയുമായി ഉടനെ വരാം. ബൈ ബൈ.